Kindly also do not touch our plants and flowers. We thank you for your cooperation and understanding. ഫ്ലവർ ഡോം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണ് കയറിയത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകിപ്പോയി. ഈ ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, കൂൾ വെറ്റൊരു എൻവയോൺമെൻറ്റാണ് കേട്ടോ. ഇവിടെ ഒരു ട്രോപ്പിക്കൽ മൗണ്ടെയിൻ, ആ ഒരു എൻവയോൺമെൻറ്റാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് അവർ. മുൻപ് ഓർക്കിഡ് ഗാർഡനിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് അവിടെ സെറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. ഞാനത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കണ്ടില്ലേ വാട്ടർഫോള്. അവിടെ നമുക്ക് അതിൻ്റെ മുമ്പിൽ കുറേ നേരം നിൽക്കാനൊക്കെ തോന്നും കേട്ടോ. നേരമില്ലാത്ത കാരണം ഞങ്ങൾ വേഗം പിന്നെ മുന്നോട്ട് നടന്നു. ഈ മാൻമെയ്ഡ് മൗണ്ടെയിൻ മേഘങ്ങളെ തൊടുന്ന പോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. 45 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിന്. മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. പിന്നെ ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റെയർ കേസ് കയറണം. അപ്പോൾ നമ്മൾ ക്ലൗഡ് വാക്കിലേക്ക് എത്തും. ഫ്ലവർ ഡോമിൽ കുറേ അധികം നടന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും അശ്വതിയുടെ മോൾക്ക് വയ്യാണ്ടായിട്ടാ. ആള് വേഗം പോണം എന്ന് മോള് പറഞ്ഞു തുടങ്ങി. എന്നാലും വാശി പിടിക്കാണ്ട് നടന്നു. ഇവിടെയൊക്കെ കണ്ടു. ഫോട്ടോ എടുക്കലാണ്. നമ്മളിവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കുറേ കാഴ്ചകൾ കാണാം. അവിടെ ഉള്ളിലുള്ള കാഴ്ചകൾ, ഇവിടെ നിന്ന് പിന്നെ പുറത്തെ കാഴ്ചകൾ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും, ഈ ഒരു ഗ്ലാസ് പാനലിൻ്റെ ഉള്ളിൽ കൂടെ. ഈ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും ഗ്ലാസ് പാനലും സ്റ്റീൽ ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. ഈ ക്ലൗഡ് വാക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വ്യൂ. കുറേ അധികം പ്ലാന്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ പ്ലാന്റ്സിനൊക്കെ വളരാൻ പറ്റിയ തരത്തിലാണ് ഇവിടുത്തെ ക്ലൈമറ്റും അതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്ലൗഡ് വാക്ക് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ താഴേക്ക് വെള്ളം വീണതിൻ്റെ ആ ഒരു ഇത് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ചാറ്റലടിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ട് അതിൽ നടക്കുമ്പോൾ. ഇപ്പോൾ പിന്നെ നമ്മളെത്തണത് ക്രിസ്റ്റൽ കേവിലേക്കാണ്. അതൊരു മാജിക് വേൾഡായിട്ട് തോന്നും. ലെവൽ 4 ഈ ക്രിസ്റ്റൽ കേവും ക്രിസ്റ്റൽ മൗണ്ടൈനൊക്കെ ഉള്ളത്.
ക്രിസ്റ്റൽ കേവ് കണ്ടിറങ്ങുമ്പോൾ പിന്നെ നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റ് ഗാലറി, പിന്നെ ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്റർ, അങ്ങനെയൊക്കെ ആ ഏരിയ കൂടെയൊക്കെയാണ് ഇറങ്ങണത്. ഞങ്ങൾ അവിടെ ഒന്നും അധികം നേരം നിന്നില്ല, നേരം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബസ് 2:30 അവിടെ വരും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണമായിരുന്നു. ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്ററിൽ കാണിക്കുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ പ്രകൃതിയെ, ജലത്തിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് സംഭാവന നൽകാം എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു മൂവി പോലെയാണ് കേട്ടോ അവിടെ കാണിക്കുക. തിയേറ്ററിൽ നിന്ന് നമ്മൾ പോണത് സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഗാർഡനിലേക്കാണ്. അപ്പോൾ ഇവിടെ കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ലൈം സ്റ്റോൺ ഫോറസ്റ്റ് കേവ്സ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത്. എനിക്ക് ഇവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടി കൂടുതൽ തണുപ്പ് തോന്നി. എല്ലാവിടെയും കൂളാണ് ഇവിടെ, എന്നാലും ഇവിടെ ഇങ്ങനെ കോടമഞ്ഞ് വരുന്ന പോലെയൊക്കെ അങ്ങനെ തോന്നി എനിക്കിവിടെ. ക്ലൗഡ് ഫോറസ്റ്റ് കണ്ടിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കാണാനുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോപ്പിങ്ങൊക്കെ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെയാണ്. നമുക്ക് ഷോപ്പിലത്തെ ഐറ്റംസൊക്കെ കാണുന്നതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ, എല്ലാതും നടന്ന് കാണാം. അപ്പോഴാണ് മോൾക്കൊരു ഫേസ് ഓയിൽ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് വാങ്ങി.
ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇനി ബസ് വരുന്ന സ്ഥലത്തേക്കാണ് പോണത് കേട്ടോ. അവിടെ ഞങ്ങൾ ഇറക്കിയ സ്ഥലത്ത് തന്നെ പോയി നിൽക്കും. ഞങ്ങൾ വന്ന ടൈമിൽ ഞങ്ങളുടെ ബസ്സിലത്തെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നില്ല. അപ്പം ഞാൻ ആ ഏരിയയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി വീഡിയോ എടുത്തിട്ട് വന്നു കേട്ടോ. ദേ ആ കാണുന്ന ഡോമിൻ്റെ ഉള്ളിലായിരുന്നു ഇത്ര നേരം നമ്മൾ. ഞാനൊരു കറക്കമൊക്കെ കറങ്ങി ആദ്യം തിരിച്ചെത്തി. അപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബസ് കയറി. അങ്ങനെ ഞങ്ങളുടെ ഗാർഡൻസ് ബൈ ദ വേ ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.